ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതൊരു യാത്ര പോവുകയാണ് കേട്ടോ. പ്രാചീന കാലത്ത് ദേശിങ്ങനാടെന്നും തർശിഷ് എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊല്ലത്തുള്ള തങ്കശ്ശേരി ബീച്ചിലേക്കും അവിടുത്തെ ലൈറ്റ് ഹൗസിലേക്കുമാണ് ഞാനിന്ന് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തങ്കശ്ശേരി ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. എൻട്രി പാസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരാൾക്ക്. കാർ പാർക്കിങ്ങിന് 20 റുപ്പീസും. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് തങ്കശ്ശേരി ബീച്ചാണ്. അതിന് ശേഷമാണ് ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണിവിടെ. അങ്ങനെ അതിസാഹസികമായിട്ട് ഞാൻ കാർ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നറിയില്ല ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ഞാൻ വരുന്നത് കൊണ്ടായിരിക്കും. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മങ്ങിയ ഒരു കാലാവസ്ഥയാണ്. വളരെ മൂടിക്കെട്ടി കിടക്കുകയാണ് കേട്ടോ. എങ്കിലും മഴയൊക്കെ നനഞ്ഞിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന് മുകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. അതാണ് നിങ്ങളീ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. സമുദ്രത്തിലേക്കുള്ള ഒരു നടപ്പാതയാണ്. ഇവിടെ ഇന്ന് നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. ശക്തമായ തിരമാല വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടിട്ട് ഉള്ളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇന്ന് നല്ല മഴ ആയതുകൊണ്ടായിരിക്കണം നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അങ്ങ് ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണിത്. വള്ളങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. മഴയത്ത് കോഫി കുടിക്കാൻ എന്താല്ലേ രസം. മഴയത്ത് നല്ല ചൂട് കോഫി അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുവാണ്. സൂപ്പർ കോഫിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അതായത് 1902 ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത്. 135 അടിയാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. തിങ്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. രാവിലെ 11 മണി മുതൽ 5 മണി വരെ ഇവിടെ വിസിറ്റിംഗ് അലൗഡാണ് കേട്ടോ. ലിഫ്റ്റ് അലൗഡാണ്, ബട്ട് നമ്മൾ നടന്നാണ് കയറിയത്. ഇടുക്കിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കുത്തനെയുള്ള സ്റ്റെപ്പാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്നവർ താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ചെറിയ സ്റ്റെപ്പുകളാണ്. അങ്ങനെ നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നടപ്പാത ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ള സൂപ്പർ ഒരു വ്യൂ ആണിത്. എല്ലാവരും വരിക,
വന്നിട്ടില്ലാത്തവരൊക്കെ വരിക. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വന്നിട്ടില്ലാത്ത വരേണ്ട ഒരു സ്ഥലമാണ്. എല്ലാവരും നല്ല ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് വരണം കേട്ടോ. മഴയത്ത് വന്നാൽ നമുക്കൊന്നും നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെ കൊണ്ടുവന്നാൽ അവർക്ക് നിരാശ ഉണ്ടാവില്ല. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സീനറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1 ഡേ നമുക്ക് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ തങ്കശ്ശേരിയിൽ നിന്ന് മടങ്ങുകയാണ്. കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.